ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഇന്ന് ഒരു ചെറിയൊരു എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണെന്ന്. സ്കൂളിൽ ലീവായതുകൊണ്ട് വന്നതല്ല. നാളെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ അവിടുന്ന് ഇവിടെ എത്തി, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഒരുപാട് നേരം വൈകും. അപ്പോൾ അതുകൊണ്ട് തലേന്ന് തന്നെ ഇങ്ങോട്ട് പോന്ന്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണെന്ന് കാണിക്കുന്നത്. എങ്ങനെയുണ്ട് ഗെയ്സ് മഴ? അവിടെ ഞാൻ വോയിസ് കട്ട് ചെയ്യാതിരുന്നതാണ്. മഴേൻ്റെ ശക്തി നിങ്ങളൊന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഭയങ്കര മഴയാണ്. ഇന്നലെ മുതൽ നല്ല മഴയാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയുണ്ടോ? മഴയില്ലാത്ത നാടായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗെയ്സ് മഴ? നല്ല അടിപൊളി മഴയാണ് ഇവിടെ. ഇന്നലെ മുതലേ നല്ല മഴയാണ്. ഇതുവരെ മഴ ഉണ്ടെങ്കിലും വലിയ ശക്തമായിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഭയങ്കര മഴയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ആയി ഇവിടെ. ഇതെന്താ സംഭവം എന്നറിയാം? ചക്കയാണ്. ചക്ക വരട്ടി വെച്ചതാണ്. ഇവിടെ തേങ്ങ വീകും പോലെയാണ് ചക്ക വീണുകൊണ്ടിരിക്കുന്നത്. ഉമ്മ അതൊക്കെ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ചക്കയാണ് കേട്ടോ, വലിയ ചക്ക ഒന്നുമല്ല. കുഞ്ഞു ചക്കകൾ ഇങ്ങനെ വീഴാണ്. പഴുത്തത് തന്നെ, വലിയ വലിപ്പമൊന്നും വെക്കൂല. കുഞ്ഞ ചക്ക ആകുമ്പോൾ തന്നെ നല്ല പഴുത്ത് നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പം അതിങ്ങനെ വീണുകൊണ്ടിരിക്കും. വലുതാവാനൊന്നും സമയമില്ല. അപ്പോൾ അതുമ്മ വരട്ടി വെച്ചതാണ്. അതൊക്കെ കാണിക്കാൻ പിന്നെ ഒരു ഭാഗം കുത്തിയിട്ട് അടച്ചിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാനെന്ത് ചെയ്ത് ഇതപ്പം തന്നെ കൈയോട് കൂടി പൊട്ടിച്ച് തന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അമ്മ അതാ എല്ലാം സെറ്റാക്കി അട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചക്ക വരട്ടിയത്. ചക്ക അട എന്താ പാടുന്നത് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. വരട്ടിയത് ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് കഴിക്കണത്. അത് നല്ല ടേസ്റ്റാണ്, നല്ല സംഭവമാണ്. ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ സൂപ്പറാണ്. അപ്പോൾ ചക്കൊക്കെ തോനുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, വേസ്റ്റാക്കി കളയണ്ട. നല്ല രസം തിന്നാൻ വരട്ടി ഉണ്ടാക്കിയത്. അടനേക്കാളും ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത് വരട്ടി അങ്ങനെ വെച്ചത്. പിന്നെ ഓരോന്നോരോന്ന് അമ്മ വരട്ടി ഉണ്ടാക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ വീട്ടിലേക്ക് വന്നത് സ്കൂള് 2 ദിവസം ലീവ് ആയതുകൊണ്ടല്ല, നാളെ ഒരു കല്യാണമുണ്ട്. ഇവിടെ അല്ല, എടപ്പാളാണ് കല്യാണം. അപ്പോൾ അതിന് രാവിലെ ഇങ്ങോട്ട് എത്തിക്കിട്ടില്ല എന്ന് വെച്ചാൽ കുറച്ച് നേരം വൈകും. നമ്മൾ വിചാരിച്ച നേരത്തൊന്നും ഇവിടുന്ന് പുറപ്പെട്ട് പോകാൻ പറ്റില്ല. കല്യാണം എടപ്പാളായതുകൊണ്ടും പിന്നെ വേഗം 2 കല്യാണം ആയതുകൊണ്ട് വേഗം കഴിയും എന്നുള്ളത് കൊണ്ടും, വേഗം കഴിയില്ല എന്താ പറയുക, ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞ് തീർക്കേണ്ടത് കൊണ്ടും നമ്മൾ ലേറ്റ് ആവാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടുന്ന് നേരത്തെ പോവുകയാണ്. വീട്ടുകാരെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ പോകണ്ടേ. മറ്റത് അവർ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് നേരത്തെ പോകണം. നേരത്തെ ചെല്ലാൻ പറഞ്ഞതാണ്, തിരക്കാവണതിൻ്റെ മുന്നേ ചെല്ലാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരത്തെ പോവുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത് ഞാൻ. പിന്നെ അതാ അടക്ക ഉണ്ടാക്കി കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടെ ഒരു ചായ പോരാ, ഹോർലിക്സ്, പാൽ ചായ, കട്ടൻ ചായ എന്നീ 3 വിഭാഗക്കാരുണ്ട്. ഞാനും മക്കളും പാൽ ചായൻ്റെ ആൾക്കാരാണ്. അല്ലെങ്കിൽ ഹോർലിക്സിൻ്റെ ആളാണ്. അവൻ ചായ കുടിക്കില്ല. ചായ കുടിച്ചിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ട് ചായ കുടിക്കാറില്ല. ഉപ്പാക്ക് കട്ടൻ ചായയേ പറ്റുള്ളൂ, ഉമ്മാക്ക് കട്ടൻ ചായയാണ് കൂടുതൽ പ്രിയം. അപ്പോൾ പിന്നെ അതുകൊണ്ട് അങ്ങനെ 3 വിഭാഗങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഭയങ്കര ചൂടായതുകൊണ്ടും നോക്കി നിൽക്കാനുള്ള ക്ഷമ ഇല്ലാത്തത് കൊണ്ടും വേഗം അത് കത്തി കൊണ്ട് കൈ കൊണ്ട് എടുത്തിട്ട് ഭയങ്കര പൊള്ളല്. അപ്പോൾ കത്തി കൊണ്ട് സാഹസികമായി അതെടുത്ത് പ്ലേറ്റിലിടാണ് കാണുന്നത്. അപ്പോൾ ചൂടാറാൻ വേണ്ടി ഫാനിൻ്റെ ചൂട്ട് കൊണ്ടുവെക്കാനുള്ള തത്രപ്പാടാണത്. തിന്നണ്ടേ? ഇപ്പം തന്നെ നേരം 6 മണിയായി. ഞങ്ങളതൊക്കെ പുഴുങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അത് ഫാനിൻ്റെ ചൂട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മഴയ്ക്ക് ചെറിയൊരു ശമനം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.